إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഉപദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതം സുഖങ്ങളും ദുഃഖങ്ങളുമൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ, നിഅമത്തുകൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കുക, അനുഭവിക്കുക എന്നതോടൊപ്പം അത് ഒരു പരീക്ഷണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സങ്കടങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളുമൊക്കെ വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊക്കെ നാം പരീക്ഷിക്കപ്പെടാം എന്നൊരു വിചാരം ആണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. സന്തോഷങ്ങളിൽ ശുക്ർ കാണിക്കുക, വിഷമങ്ങളിൽ സുബ്ർ കാണിക്കുക എന്നതൊക്കെയാണ് നമുക്ക് പുണ്യം ലഭിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. രോഗം വരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല, രോഗികളാകാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ അസ്വസ്ഥരാകും, വേദനകൾ നമ്മെ വല്ലാതെ വിഷമിപ്പിക്കും, കണ്ണ് നനയുന്ന അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ അത് ശരീരത്തെ ആകമാനം ബാധിക്കും, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒക്കെ അത് ദുസ്സഹമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. എന്നാൽ രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട് എങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് നന്മയാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. ചില രോഗങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ചില രോഗലക്ഷണങ്ങൾ നമ്മിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതം തീരാനായോ, അല്ലെങ്കിൽ ഇന്ന അസുഖം അതെന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഇതൊരു ചെറിയ അസുഖത്തിന്റെ ഈ ചെറുക അസുഖമായി നമ്മിലേക്ക് വന്ന കാര്യം വലിയൊരു അസുഖത്തിന്റെ വല്ല ലക്ഷണവുമാണോ
എന്നൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാനൊരവസരം നമ്മിലേക്ക് വരുന്ന ചില രോഗങ്ങളായിരിക്കും. ചിലപ്പോൾ ചില ദുശ്ശീലങ്ങളൊക്കെ ആളുകൾ അവസാനിപ്പിക്കാൻ അവരിലേക്ക് വരുന്ന ചില ചെറിയ രോഗലക്ഷണങ്ങൾ കാരണമാകാറുണ്ട്. ചില ആളുകളൊക്കെ പുകവലിയൊക്കെ അവസാനിപ്പിക്കുക പലപ്പോഴും പെട്ടെന്നൊരു നെഞ്ചുവേദന, ഒരു ഗ്യാസിന്റെ പ്രശ്നം, ഒരു അറ്റാക്ക് പോലെയുള്ള സംഗതിയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ പുകവലിക്കുന്നവർ ആലോചിക്കും, പടച്ചോനെ ഇത് കുറച്ചുകൂടി വലിയ ഗൗരവത്തിൽ പോവോ, പുകവലിയാണോ അതിന്റെ കാരണം എന്നാലോചിച്ച് അത് അവസാനിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മുടെ ജീവിത ശൈലി തന്നെ ഒന്ന് നന്നാക്കി ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാനൊക്കെ നമ്മിലേക്ക് വരുന്ന രോഗാവസ്ഥകൾ കൊണ്ട് പലപ്പോഴും കാരണമാവാറുണ്ട്. ഒരു പനി വന്ന് ശരീരം പ്രതികരിക്കുമ്പോഴാണ് പലപ്പോഴും വലിയ മറ്റ് പ്രശ്നങ്ങൾക്കുള്ള മുൻകരുതലുകൾ പലപ്പോഴും നമുക്ക് സ്വീകരിക്കാനാവുക എന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെയൊക്കെ തന്നെ അനുഭവങ്ങളാണ്. രോഗം, അതുപോലെ തന്നെ മരണം, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതാണ്. അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവരുണ്ട്, അള്ളാഹു എന്ത് കഴിവുകെട്ടവനാണ് എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു എന്ത് ക്രൂരനാണ് എന്ന് ചിന്തിക്കുന്നവരൊക്കെ മനുഷ്യർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ എന്നാണ്. നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്നാണ്. മനുഷ്യരായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടോ, അതിൽ മുഅ്മിനീങ്ങളായി മുസ്ലിങ്ങളായി നമ്മൾ അള്ളാഹു തെരഞ്ഞെടുത്തോ, അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് നമ്മൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നോ, നമ്മൾ പരീക്ഷിക്കപ്പെടുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു ശാശ്വതമായ ലോകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലാകാലം ഇവിടെ ജീവിക്കാമെന്ന് നമ്മൾ വ്യാമോഹിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം ചെറുതായാലും വലുതായാലും നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്നത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അപ്പൊ ഈ ദുനിയാവ് അത്രമേൽ പ്രധാനപ്പെട്ടതായി നമുക്ക് തോന്നുകയില്ല. എന്നാൽ ദുനിയാവ് പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ അമലുകളുടെ ഇടമാണ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഹക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ബാധ്യതകൾ ഒക്കെ നമ്മൾ സമയാസഞ്ചിതമായത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഖുർആൻ പറയുന്ന പോലെ നബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, ഭയപ്പാട് കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. ഒരു ഭീതിതമായ ഒരു സാഹചര്യം, ചുറ്റുപാടുകൾ നമുക്കിടയിലേക്ക് വന്നേക്കാം. അവിടെ നിങ്ങൾ ബേജാറായി തളർന്നു പോകരുത്. നിങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും മാനസികമായ കരുത്താർജിക്കുകയും കൂടുതൽ ഈമാൻ ഉൾക്കൊള്ളുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പോവുകയുമാണ് വേണ്ടത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ പട്ടിണി കൊണ്ടായിരിക്കും, വിശപ്പായിരിക്കും, ദാരിദ്ര്യമായിരിക്കും. പല നാട്ടിലും അത്തരത്തിൽ സങ്കടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട്. അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടേക്കാം. ഓനക്കുസിമിനൽ അംവാലി, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുകൾ പൊളിഞ്ഞു പോയേക്കാം, നിങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത തകർന്നു പോയേക്കാം, സാമ്പത്തികമായി നിങ്ങൾ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാം. അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും. വൽ അൻഫുസി, നിങ്ങളിൽ നിന്ന് മരണം സംഭവിക്കുന്ന കാര്യങ്ങൾ വരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവും. ചിലപ്പോ അയാളായിരിക്കും നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ടാവുക, അയാളായിരിക്കും ചിലപ്പോൾ നമ്മുടെ സഹായമായി പലപ്പോഴും വർത്തിച്ചിട്ടുണ്ടാവുക. ഒരു കുടുംബത്തിന്റെ നാഥനായിരിക്കെ അയാൾ മരണപ്പെട്ടു പോയാൽ മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ സങ്കടകരമാവും. അത് മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൃഷിയിലായിരിക്കും നഷ്ടം സംഭവിക്കുക. വിഭവങ്ങളൊന്നും ഉണ്ടായില്ല, ഫലം കായ്ച്ചില്ല, നിങ്ങളുടെ കൃഷിസ്ഥലം വലിയ തരിശു പോലെ കിടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പല വിധത്തിൽ ജീവിതത്തിൽ നമ്മൾ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നേരിടാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ എങ്ങനെ അത് പ്രതിരോധിക്കണമെന്ന് പഠിക്കുക എന്നുള്ളതാണ്. പ്രായോഗികമായ രീതി എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ എന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആത്മീയമായ തലത്തിൽ നമ്മൾ എങ്ങനെ ഇതിന് കരുത്തോടുകൂടി നേരിടാമെന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിരാശപ്പെട്ട് തളർന്നുപോയി ആത്മഹത്യ ചെയ്ത് പലരെയും കുറ്റം പറഞ്ഞ് എന്നും നെഗറ്റീവ് മാത്രം പറഞ്ഞ് അങ്ങനെ ജീവിതത്തിൽ നിരാശ കൊണ്ട് ഇരിക്കേണ്ടവരല്ല മുഅ്മിനുകളെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങൾക്കിടയിൽ മരണമെന്നതും രോഗമെന്നതും പ്രിയപ്പെട്ടവരെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സങ്കടകരമായ കാര്യമാണ്. രോഗം വന്നാൽ ചികിത്സിക്കാൻ പഴയ പോലെയല്ല, വലിയ ബാധ്യതകളുണ്ട്, വലിയ ചെലവുകളുണ്ട്. പലപ്പോഴും നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അസുഖങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ പലരും ബേജാറാകുന്ന സാഹചര്യങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ മാരകമായ അസുഖങ്ങൾ പിടികൂടുന്ന സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ പലപ്പോഴും മാരകമായ അസുഖങ്ങൾക്ക് വിധേയപ്പെടേണ്ട സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം
കാര്യമാണ് മരണം എന്ന് പറയുന്നതും. ഈ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെ പറ്റി ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടങ്ങൾ ഒരുപാട് ആശ്വാസമായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ആളുകൾ പറയും, ഞാൻ മുഅ്മിനായി, മുസ്ലിമായി, ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, എന്നിട്ട് എന്താ പടച്ചോനെ എന്നെങ്ങനെ പരീക്ഷിക്കണത് എന്നുള്ളതാണ്. അല്ലാഹ് അതാണ് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചു, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലിഹി, റസൂലിനെ വിശ്വസിച്ചു, ഖുർആനിൽ വിശ്വസിച്ചു, അമലൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അള്ളാഹു കൂടുതൽ പരീക്ഷിച്ചേക്കാം, അങ്ങനെ പരീക്ഷിക്കപ്പെടുമെന്നാണ് ഖുർആൻ മുഅ്മിനുകൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് ചിലപ്പോ നമ്മൾ പരീക്ഷിക്കപ്പെടാം. മരണമാണെങ്കിൽ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്, പ്രതിഫലം കാക്ഷിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തആല അവന്റെ ഈമാൻ യഖീനാകാൻ പരീക്ഷിക്കുമെന്നാണ്. പ്രവാചകന്മാർ എത്രയാണ് പരീക്ഷിക്കപ്പെട്ടത്, എന്ത് സുഖാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. പക്ഷേ ഈമാന്റെ കരുത്തുകൊണ്ട് അവർ എല്ലാത്തിനെയും മറികടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രമാണ് പരീക്ഷിക്കപ്പെട്ടത്. ജനിക്കുന്ന സന്ദർഭത്തിൽ നോക്കൂ, ആരാണ് കൂടെയുണ്ടായിരുന്നത്? ബാപ്പ മരണപ്പെട്ടു, ഉമ്മ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു, മറ്റൊരാളുടെ കീഴിൽ ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. ബാല്യകാലം മുഴുവൻ ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാത്ത അനാഥത്വം പേറിയ ഹബീബായ റസൂലുള്ളാഹിന്റെ ജീവിതം എത്ര പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് പ്രയാസപ്പെടുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കച്ചവട ആവശ്യങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കേണ്ടി വരുന്നു. ആടുകളെ ചുറ്റിപ്പറ്റി അന്നം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നു. 40 വയസ്സാകുമ്പോഴോ വലിയൊരു ഉത്തരവാദിത്വം. അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾക്കിടയിൽ അള്ളാഹു പലതിനെയും പരീക്ഷിച്ചു നോക്കി ഈ അമാനത്ത് ഏറ്റെടുക്കാൻ. പക്ഷെ ആരും തയ്യാറാകാത്ത വിധത്തിലുള്ള ഒരു അമാനത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കേണ്ടി വരികയാണ്. അത്രമേൽ വലിയ പരീക്ഷണങ്ങൾ. എന്നാൽ അവിടുന്ന് അങ്ങോട്ടോ ഇത് ഏറ്റെടുത്തതിന്റെ പേരിൽ വലിയ വലിയ പരീക്ഷണങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കേണ്ടി വന്നത്. ജീവിതത്തിൽ ദുനിയാവിന്റെ വിഷയമാവട്ടെ, ആഖിറത്തിന്റെ വിഷയമാവട്ടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത്. അപ്പൊ ഈമാനൊക്കെ ഉണ്ടായി, മുഅ്മിനായി. ആളുകൾ പറയും, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പ് വെൽക്കണില്ലേ, സദഖ ചെയ്യണില്ലേ, ദിക്ർ ചെയ്യണില്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് പരീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹ് എന്തിനാ എന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അള്ളാഹ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ആളുകൾ ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കും, നിങ്ങളുടെ ഇഖ്ലാസിനെ അള്ളാഹ് പരീക്ഷിക്കും, നിങ്ങളുടെ ക്ഷമയെ അള്ളാഹ് പരീക്ഷിക്കും. നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നല്ലാഹ് പരിശോധിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് ആ നിലയ്ക്ക് നമ്മുടെ ഈമാനിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചാലേ പ്രതിസന്ധികളെ നമുക്ക് മറികടന്ന് പോകാൻ കഴിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാലിമൽ ജസാഇ മആലിമൽ ബലാ. ഒരാൾക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുക എപ്പോഴാണ്? അയാൾ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് എന്നാണ്. നമ്മൾക്കൊരു പ്രശ്നം വന്ന് പടച്ചോനെ ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ കരകയറും, ഈ പരീക്ഷണത്തിൽ ഞാൻ ഈമാൻ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ ക്ഷമിക്കും, ഇതിനെ എങ്ങനെ മറികടന്ന് പോകാൻ കഴിയും എന്നത് വളരെ സമചിത്തതയോടെ ആലോചിച്ചും അള്ളാഹുവിൽ പ്രാർത്ഥിച്ചും ക്ഷമയെ അവലംബിച്ചും മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് കിട്ടുന്നത് എന്നാണ്. അപ്പൊ പരീക്ഷണങ്ങളോടൊപ്പം വമ്പിച്ച പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. മറ്റൊന്നൊക്കെ റസൂൽ പറഞ്ഞു, വഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. ഒരു ഖൗമിനെ ആ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ അവരെ അല്ലാഹു തആല കൂടുതൽ പരീക്ഷിച്ചേക്കും. ഫമൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫലഹു സഖത്ത്. ആരെങ്കിലും ആ പരീക്ഷണത്തെ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു അവനിൽ തൃപ്തിപ്പെടും. ആരെങ്കിലും ആ പരീക്ഷണത്തെ കോപത്തോടെ, നിയന്ത്രണം വിട്ട്, വളരെ മോശമായ വാക്കുകളോടെയാണ് സമീപിക്കുന്നത് എങ്കിൽ അള്ളാഹു അവന്റെ മേൽ കോപിക്കുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് ലഹു. ആർക്കെങ്കിലും ഒരാൾക്ക് നന്മ വരണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കുമെന്നാണ്.
പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ നമുക്കില്ലാതെ പോയാൽ പലപ്പോഴും ആളുകൾ ഈ റൂട്ടിൽ നിന്ന് തന്നെ വഴിതെറ്റിപ്പോകുമെന്നാണ്. പരീക്ഷണങ്ങൾ നമുക്ക് വലിയ പ്രതിഫലം തരുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല അതിന്റെ പേരിൽ പുറത്തു തരുന്നു എന്നാണ്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തെ തൊട്ട്, അവന്റെ കുടുംബത്തെ തൊട്ട്, മക്കളെ തൊട്ട്, അവന്റെ സമ്പത്തിനെ തൊട്ടൊക്കെ അല്ലാഹു തആല അവനെ പരീക്ഷിച്ചേക്കാം. ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതീഅ. പക്ഷെ പരലോകത്ത് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വരുമ്പോ അവൻ ഈ പരീക്ഷിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട രൂപത്തിലായിരിക്കും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയൂല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തെത്താൻ കഴിയാം, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയാം, അത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും എത്താൻ കഴിയില്ല. പക്ഷെ ചില ആളുകൾക്ക് അവിടേക്ക് എത്താൻ കഴിയും. എന്താണ് അള്ളാഹ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? ഈ ബലാലുകളാണ്, പരീക്ഷണങ്ങളാണ് എന്നാണ്. അപ്പോ അതെത്താൻ നിശ്ചയിച്ചത് പരീക്ഷണങ്ങളാണ് എന്നതും ഈ പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യുക എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നു. മാതാപിതാക്കളാവാം, മക്കളാകാം, ഇണകളാകാം. എന്താണ് നമുക്കുള്ള പ്രതിഫലം? ക്ഷമിച്ചാൽ എന്താ പ്രതിഫലം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു തആല, അല്ലാഹു തആല എന്നോട് പറഞ്ഞു, മാലി അബ്ദിയൽ മുഅ്മിൻ ഇൻദി ജസാഉൻ ഇദാ ഖദൈതു സഫിയഹു മിൻ അഹ്ലി ദുനിയ. ദുനിയാവിൽ ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചവർ, ഇന്ന ആളെ വളരെ സ്നേഹിച്ചവർ, ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നവർ, പ്രിയപ്പെട്ടവരാകുമെന്ന് കരുതുന്നവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. അവർക്ക് എന്താണ് അല്ലാഹു തആല കൊടുക്കുക? അവർക്ക് എന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട്. ഇദാ ഇഷ്തസബഹു ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ അതിന് വേറെ പ്രതിഫലമില്ല എന്നാണ്. സ്വർഗം കിട്ടാൻ മാത്രം വലിയ പ്രതിഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ക്ഷമിച്ചാൽ, നമ്മളത് സഹിച്ചാൽ, അതിൽ അല്ലാഹുവിന്റെ നന്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാൽ, നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയാൽ സ്വർഗമല്ലാതെ അവർക്ക് പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് എന്റെ രണ്ട് ആൺമക്കളാണ് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയത്. എന്റെ ചെറിയ 2 ആൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. എന്റെ മനസ്സിന് ക്ഷമയും എന്റെ ജീവിതത്തിൽ നന്മയും കിട്ടുന്ന എന്തെങ്കിലും കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. അബൂ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, താങ്കളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ എന്തിന് ബേജാറാകണം? ആ 2 മക്കളും സ്വർഗത്തിന്റെ അവകാശികളായി കഴിഞ്ഞില്ലേ? സുഹദാക്കളെ പോലെ പുണ്യം നേടിയവരായി കഴിഞ്ഞില്ലേ? സ്വർഗത്തിൽ കളിക്കുന്ന മണിമുത്തുകളെ പോലെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നവരായി സന്തോഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മനോഹരമായ സ്വർഗത്തിന്റെ അവകാശികളായി അവർ മാറിയില്ലേ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർക്ക് സ്വർഗമുണ്ട് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മാതാപിതാക്കളെ അവർ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ്. ചെറിയ മക്കളായി മരണപ്പെട്ടു പോയവർ സ്വർഗത്തിൽ അവരുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നാണ്. മക്കൾ വേറെ ദറജയിൽ, താഴ്ന്ന ദറജയിലാണെങ്കിൽ ആ മാതാപിതാക്കൾ ഉയർന്ന ദറജയിലേക്കാണെങ്കിൽ മക്കൾ അവരിലേക്ക് ഉയർത്തപ്പെടും. മാതാപിതാക്കൾ താഴ്ന്ന ദറജയിലാണ്, മക്കൾ ഉയർന്ന ദറജയിലാണെങ്കിൽ ആ മാതാപിതാക്കൾ അവരിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. അത്രമാത്രം പദവികൾ ഈ വിഷയത്തിൽ അല്ലാഹു തആല നൽകുകയാണ്. കാരണം അത്രമാത്രം സങ്കടമുള്ള ഒരു വിഷയമാണത്. അത്രമാത്രം വിഷമം സഹിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണത്. അത്രമാത്രം ദുഃഖഭാരം വേറി നമ്മളങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭമാണത്. അതുകൊണ്ടാണ് അതിന് വമ്പിച്ച പ്രതിഫലം അല്ലാഹു തആല നൽകാമെന്ന് പഠിപ്പിച്ചത്. സ്വർഗത്തിന്റെ വാതിലുകളിൽ വെച്ച് അവർ കണ്ടുമുട്ടും. ആ മാതാപിതാക്കളുടെ വസ്ത്രത്തിന്റെ ഒരറ്റം പിടിച്ചവർ വലിച്ചു കൊണ്ടുപോകും. അവരുടെ വിരൽത്തെ തമ്പുകളിൽ അവർ പിടിച്ചവരെ സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ അകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് മക്കൾ. അത്രമാത്രം പുണ്യമുള്ള ഒരു പ്രവർത്തനമായി അത് മാറുമെന്നാണ്. എങ്ങനെയാണെങ്കിൽ ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതത്തെ നന്നാക്കുക, ആ പരലോകത്തെക്കുറിച്ച് ഓർക്കുക, ആ സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള പണിയെടുക്കുക എന്നതാണ് ബാക്കിയുള്ളവർക്ക് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ചെറുപ്രായത്തിൽ എത്ര പേരാണ് മരണപ്പെട്ടത്? അല്ലാഹുവിന്റെ റസൂലിന് പിറന്ന 3 ആൺമക്കൾ
ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ്. ഖാസിം എന്ന് പറയുന്ന, അബ്ദുള്ള എന്ന് പറയുന്ന, ഇബ്രാഹിം എന്ന് പേരിട്ട് വിളിച്ച 3 മക്കളാണ് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോകുന്നത്. ഖുറൈശികൾ കളിയാക്കിയ റസൂലിനെ, ആൺമക്കളില്ലാതെ അനന്തരാവകാശം കൈമാറാനില്ലാത്ത അങ്ങനെ അബദ്ധരായി മാറിയെന്നാണ്. നാഅതൈനാക്കൽ കൗസർ ആ സൂറത്തിന്റെ അവസാനത്തിൽ കാണാം, അബദ്ധർ വാലറ്റ് പോയവനായില്ലേ നീ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളിയാക്കി, പരിഹരിച്ചു. അത്രമാത്രം സങ്കടത്തിന്റെ സന്ദർഭങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടായി. മകളുടെ കുട്ടി ചെറുപ്രായത്തിൽ മരണപ്പെട്ടു, വലിയ ശ്വാസം മുട്ടലുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘവുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു സഹാബി ഓടി വന്ന് പറഞ്ഞു, സൈനബിന്റെ കുട്ടി വലിയ പ്രയാസത്തിലാണ്, അവളോട് ക്ഷമിക്കാൻ പറയുക. അള്ളാഹ് ഉദ്ദേശിച്ചത് ജീവിതത്തിൽ നടക്കും. അള്ളാഹ് അവനെ തിരിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതല്ല അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ, അള്ളാഹു അത് തീരുമാനിക്കുകയാണെങ്കിൽ അതിലാണ് ഖൈർ എന്ന് അവരെ അറിയിക്കൂ എന്ന് പറയാൻ റസൂലുള്ളാഹ് 2-3 തവണ ആളുകൾ വന്നു. ശേഷം റസൂലുള്ളാഹ് അവിടെ എത്തുമ്പോഴേക്ക് സക്രാത്തിന്റെ സന്ദർഭത്തിലാണ് ആ പിഞ്ചു വൈതലുള്ളത്. ആ കുഞ്ഞിനെങ്ങനെ കയ്യിലെടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് കരയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സൈനബിനെ ആശ്വസിപ്പിക്കുകയാണ്. അള്ള തന്നത് അള്ള തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പ്രതിസന്ധികളുടെ, പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമുക്ക് റസൂൽ തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാതൃക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. റസൂലുള്ളാഹിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടു. എല്ലാവർക്കും വലിയ സങ്കടങ്ങളായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ച് ആ തലയിൽ ചുംബിച്ചു. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞു റസൂൽ ഒരുപാട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങും കരയുകയാണോ എന്ന്. അങ്ങും കരയുകയാണോ എന്ന് ചോദിക്കാൻ റസൂൽ പറയുന്നുണ്ട്, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ കണ്ണീരടിയും, നമ്മുടെ ഹൃദയം വിങ്ങും, വിഷമിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ചിന്തിക്കരുത്, നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും പറയരുത്, നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും പ്രവർത്തിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ആ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൈനബ് റളിയല്ലാഹു തആല, റുഖിയ റളിയല്ലാഹു തആല, അതുപോലെ തന്നെ ഉമ്മു കുൽസും റളിയല്ലാഹു തആല, ഇവരൊക്കെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അല്ലാത്ത എല്ലാവരും റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ സന്ദർഭത്തിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അധികം നേടിയെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേടിയെടുക്കാമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി പരീക്ഷണങ്ങളെ മൊത്തം അഭിമുഖീകരിച്ചാണ് കടന്നുപോയിട്ടുള്ളത്. എങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ ഈമാൻ കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലപ്പുറത്ത് കിഴിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സഹോദരൻ, അവരുടെ കുടുംബം ഉംറയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ അപകടത്തിൽപ്പെട്ട വാർത്ത, മരണപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എത്ര സങ്കടകരമാണ്! എങ്ങനെയാണ് നമുക്കത് സഹിക്കാൻ കഴിയുക? എന്തു പറഞ്ഞാണ് പലപ്പോഴും നമ്മൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നുപോലും നമുക്കറിയാൻ കഴിയും. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന, റുക്സാന എന്ന് പറയുന്ന അവരുടെ 5 മക്കളിൽ 4 കുട്ടികളാണ്, 4 ആൺകുട്ടികളാണ് മരണപ്പെട്ടത്. ഒരു പെൺകുട്ടിയെ മാത്രം ബാക്കിയാക്കി അവർക്ക് മരണത്തിന് വിധേയരാവുകയായി. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്. 14 വയസ്സ് പ്രായമുള്ള നമ്മുടെ മക്കൾ, 12 വയസ്സ് പ്രായമുള്ള നമ്മുടെ മക്കൾ, 7, 5 വയസ്സുള്ള നമ്മുടെ വീട്ടിലെ കുട്ടികൾ, നമ്മളത് അവരിങ്ങനെ കണ്ണിൽ കാണുകയാണ്. ചെറിയ മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. അവരെ വളർത്തി വലുതാക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ഒരായയുണ്ടായിരുന്നു, ഒരു സ്ത്രീ, അവരും മരണപ്പെട്ടിരിക്കുന്നു. ആ ബാപ്പ മയ്യത്ത് നിസ്കരിക്കാമെന്ന വീൽ ചെയറിലാണ്, അപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെട്ടാണ് അവർ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിലെത്തി. ആ ഉമ്മക്ക് ആ മയ്യത്തൊന്ന് കാണാൻ ആ അബുദാബിയിലെ ആശുപത്രിയിലേക്ക് 4 മയ്യത്തുകളുമായി അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിക്കേണ്ടി വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര സങ്കടങ്ങൾ ഉണ്ടാകും, എന്നാണ് ആ വിഷമങ്ങൾ ഒരുക്കിത്തീരുക. പക്ഷെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കഠിനമായ പരീക്ഷണങ്ങളുടെ വിഷയങ്ങളുണ്ടാകും. നമ്മുടെ മഹല്ലിൽ തന്നെ ഒരു സഹോദരൻ, കുത്തുപാട തളഞ്ചേരിയിലെ നഈബ് എന്ന് പറയുന്ന സഹോദരന്റെ കുട്ടി മരണപ്പെട്ടു. 8 മാസം പ്രായമായിരുന്നു. ജനിച്ച് കുറച്ച് സമയം മാത്രമാണ് അവർ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. വലിയ പ്രതീക്ഷയോടെ ഉമ്മമാർ പ്രത്യേകിച്ചും അവരുടെ ഗർഭാശയത്തിൽ 10 മാസം എന്തൊക്കെ വേദനകൾ, എന്തൊക്കെ സങ്കടങ്ങൾ, എത്ര കാലം വലിയ പ്രതീക്ഷകളുമായാണ് അവര് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. പലപ്പോഴും ഭർത്താക്കന്മാർ അത് പലപ്പോഴും അറിയാൻ പോലും ഉണ്ടാകും.
അവരത്രമേറ്റം വേദനകൾ സഹിക്കുന്നു, വിഷമങ്ങൾ സഹിക്കുന്നു, ഒന്നുറങ്ങാൻ പോലും കഴിയാതെ എത്രയെത്ര രാത്രികൾ അവർ കഴിച്ചുമുട്ടുന്നു. പ്രസവിച്ചാൽ തന്നെ എത്രയെത്ര കാലമാണ് പിന്നീട് ഈ മക്കളെ വളർത്തി വലുതാക്കാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നത്. ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഇത് ദുനിയാവാണ് എന്ന് ബോധ്യപ്പെടുക. ദുനിയാവിൽ കഷ്ടനഷ്ടങ്ങളും സന്തോഷങ്ങളും ക്ലേശങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അള്ള പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവും, സലാമത്ത് നമ്മിലേക്ക് പെയ്തിറങ്ങും. സങ്കടങ്ങളിൽ അള്ളാഹു തആല അത് നേരിടാനുള്ള ഈമാൻ നമുക്ക് നൽകും, വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകും. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാളെ പരലോകത്ത് സ്വർഗം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മരണപ്പെട്ട മക്കളെയൊക്കെ നാളെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം ആ സ്വർഗീയാരാമങ്ങളിൽ ആനന്ദിച്ചുല്ലസിക്കാനുള്ള വലിയ അവസരം അള്ളാഹു ആ കുടുംബങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തെങ്കിലും ആപത്തുകൾ, വിപത്തുകൾ, വിഷമങ്ങൾ നിങ്ങളെ ബാധിച്ചാൽ, മുഅ്മിനുകളെ നിങ്ങളെ ബാധിച്ചാൽ, അത് ബാധിക്കും, ഉറപ്പാണ്. അത് ബാധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖാലൂ ഇന്നാ ലില്ലാഹ്, പടച്ചവനെ ഇതൊക്കെ നീ കണക്കാക്കിയതാണ്, എല്ലാം നിന്നിലേക്കാണ്, എല്ലാത്തിന്റെയും മടക്കം നിന്നിലേക്കാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ നിന്നിലേക്ക് മടങ്ങുക തന്നെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറഞ്ഞു. അവർക്ക് എന്താ അല്ലാഹു കൊടുക്കുക? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവന്റെ റബ്ബിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, മംഗളങ്ങൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുക്കും. റഹ്മ, കാരുണ്യം അല്ലാഹു തആല ഏമാരി പോലെ പെയ്തിറക്കി കൊടുക്കും. ഔലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അല്ലാഹു അവരുടെ ഹിദായത്തിന്റെ മാർഗങ്ങളിൽ ഒരുമിച്ച് നിർത്തി, ചേർത്ത് നിർത്തി, ഹിദായത്തിന്റെ വെളിച്ചത്തിൽ അവർ ഉറപ്പിച്ചു നിർത്തുമെന്ന് അല്ലാഹു പറയാണ്. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് അവർക്ക് വേണ്ടത്? അത് കിട്ടാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഒരുക്കി വെക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ വരുന്ന ജനുവരി 15-ാം തീയതി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. കേരളത്തിലെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് IMB എന്ന ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന പേരിൽ രോഗികളെ ആശ്വസിപ്പിക്കാനും അവർക്ക് വീട്ടിൽ ചെന്ന് ചികിത്സ കൊടുക്കാനുമൊക്കെയുള്ള ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ എത്തിക്കാനുള്ള ഒരു പദ്ധതി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പാലിയേറ്റീവ് എന്ന ആശയം രൂപപ്പെടുന്നത്. വിഷമിക്കുന്ന, വളരെ നിർധനരായ, ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്ത, സഹായത്തിന് കൂട്ടില്ലാത്ത, മറ്റ് കിടപ്പിലായ, മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വിധേയരായി അത് സഹിക്കാൻ കഴിയാതെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ചികിത്സിച്ച് പണമൊക്കെ നഷ്ടപ്പെട്ട് വീടും കുടുംബവും അതുപോലെ തന്നെ സ്വത്തുമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അത്താണിയായി, പറ്റ തളർന്നുപോയ, നട്ടലൊക്കെ തളർന്ന് അത് കിടപ്പിലായിപ്പോയ രോഗികൾ, അതുപോലെ 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ, ഇവർക്കൊക്കെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടി അവർക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുക, ആശ്വാസം പകരുക എന്നതുമായി ബന്ധപ്പെട്ടാണ് പാലിയേറ്റീവ് കെയർ മലപ്പുറം ജില്ലയിൽ രൂപപ്പെട്ടത്. അന്താരാഷ്ട്ര തലങ്ങളിൽ ചില ഇതുപോലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ പിന്നീട് അത് അങ്ങോട്ട് നിരന്തരമായി വ്യാപിക്കുകയും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പാലിയേറ്റീവ് കെയറുകൾ സജീവമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് സംഘടനകളുടെ കീഴിൽ തന്നെ മെഡിക്കൽ എയ്ഡ് സെന്ററുകൾ, ഇത്തരത്തിലുള്ള സാന്ത്വന ചികിത്സാ സംവിധാനങ്ങൾ, പിന്നീട് സർക്കാർ തലത്തിൽ തന്നെ പരിരക്ഷ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ വരികയുണ്ടായി. സൂചിപ്പിച്ചത് ഇത് നാടിന് വളരെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട
ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. വേൾഡ് തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിലൊക്കെ മലപ്പുറം മോഡൽ പാലിയേറ്റീവ് എന്നത് വലിയ ചർച്ചയാകുകയുണ്ടായി. അയൽപക്കത്തുള്ള മനുഷ്യർ, നാട്ടിലുള്ള മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നു, അവരുടെ വീട്ടിലെത്തി ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇരുന്ന് സമയം ചെലവഴിക്കുന്നു. പലപ്പോഴും അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, വിദ്യാഭ്യാസം, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നാട്ടിലുണ്ടാകുന്നു. ലോകാടിസ്ഥാനത്തിൽ നിന്ന് ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. അത്രമാത്രം വിപുലമായ ഒരു സംവിധാനമാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരുപാട് മനുഷ്യർക്കത് ആശ്വാസമുണ്ടാകുന്നുണ്ട്. ദീനിയായ ഒരു വശം പരിശോധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ, 6 കടമകൾ ഒരു മുഅ്മിനുണ്ട് എന്നാണ്. ഒന്നെന്താണ്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാ, അയാളെ തിരിച്ചു മടക്കുക എന്നതാണ്. രണ്ടാമത്തെ പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ അത് നന്മയിലേക്കാണെങ്കിൽ നിങ്ങൾ അയാളുടെ ക്ഷണം സ്വീകരിക്കണം. അതിന് മോട്ട് കാട്ടരുത്, തർക്കുത്തരം പറയരുത്, നിരസിക്കരുത്, അത് കരുതിക്കുട്ടി പോകാതിരിക്കരുത് എന്ന നിലക്കാണ് പറയുന്നത്. അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ഒരാൾ നിങ്ങളൊരു അഡ്വൈസ് ചോദിച്ചു, ഒരു സഹായം ആവശ്യപ്പെട്ടു, നിങ്ങൾ അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഒരാൾ തുമ്മിയാൽ നിങ്ങൾ അയാൾ അൽഹംദുലില്ലാഹ് നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് കേട്ടാൽ നമ്മൾ അതിന്റെ മറുപടി പറയണം. ആ രീതിയിൽ നമ്മളോട് പഠിപ്പിച്ചു. ശേഷം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ രോഗിയായാൽ നിങ്ങൾ അയാളെ സന്ദർശിക്കണമെന്നാണ്. ഇയാദത്തുൽ മരീം, രോഗി സന്ദർശനം വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല, ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങൾ ആ ജനാസയെ പിന്തുടരുക എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ ഹക്കാണ് രോഗികളെ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പാലിയേറ്റീവ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വളണ്ടിയർ ആവുക എന്നതാണ് അത് ചെയ്യാനുള്ളത്. നമ്മൾ ഈ വണ്ടിയിൽ പാലിയേറ്റീവ് കെയറിന്റെ വാഹനത്തിൽ നമ്മളൊരു ദിവസം ഒന്ന് കയറി 4-5 വീട്ടിൽ നിന്ന് പോയാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നമ്മൾക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് ബാക്കിയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതേവർക്കുള്ള ഈ രോഗികൾക്കുള്ള പണം കണ്ടെത്താം. അതുപോലെ നമ്മുടെ നാട്ടിലെ രോഗികളുടെ വിവരങ്ങൾ അറിയിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പല ദിവസങ്ങളും സുബഹി നമസ്കാരത്തിന് ധൃതിപ്പെട്ട് എത്തുന്ന ഒരു ഘട്ടമുണ്ടായി. ചില സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റ് പോകുന്ന ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ 1ാമത്തെ ഖലീഫയാണ്. ഖലീഫയായിരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം സുബഹി നമസ്കാര ശേഷം അദ്ദേഹം ഒരു കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ കയറി പോകുന്നതാണ് കാണുന്നത്. ആ കുന്നിൻ ചെരുവിന് മുകളിലായിട്ട് ഒരു ചെറിയ കൂരയുണ്ട്. ആ വീട്ടിലേക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാത്തു പതിഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് കാണുകയാണ്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ അവശ നിലയിൽ കിടക്കുന്ന വയോവൃദ്ധയായ ഒരു സ്ത്രീയുണ്ട്. അവർ മാത്രമേ ഉള്ളൂ അവിടെ. ആ സ്ത്രീയെ പരിചരിക്കാനാണ് അദ്ദേഹം കയറി പോകുന്നത്. ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, കണ്ണൊക്കെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ത്രീ ഉള്ളത്, ഇവിടെ ആരാണ് വന്നു പോകുന്നത്? സ്ത്രീയോട് ചോദിക്കാണ്. അവർ പറഞ്ഞു, ആരാണെന്നറിയില്ല മോനെ, ആരാണെന്ന് പോലും അറിയില്ല, ഒരു ടാഗില്ല, ഒരു അഡ്രസ്സില്ല, ഒരു പേര് പോലും ഇല്ല. ഇദ്ദേഹം രാവിലെ അവിടെ ചെന്ന പെണ്ണിന് ആവശ്യമായ എല്ലാ ചികിത്സയും ചെയ്തു കൊടുക്കുകയാണ്, പരിചരണം. ചില സന്ദർഭങ്ങളിൽ മലമൂത്ര വിസർജനം പോലും നടത്തിയത് ക്ലീനാക്കി അവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി വെച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോരുകയാണ്. 1ാമത്തെ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ, അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, ആരോരും അറിയാതെ ഈ ദീനിന്റെ സേവനം ചെയ്യാൻ വലിയ പുണ്യം ചെയ്യുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താങ്കൾക്കല്ലാതെ ആർക്കാണ് അബൂബക്കർ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് ദീനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്കതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക. ജനുവരി 15-ന് ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട കലക്ഷനും മറ്റൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് ആവശ്യമായ പണം സ്വരൂപിച്ചു കൊടുക്കാം, നമ്മുടെ തന്നെ വിഹിതം അതിലേക്ക് കൊടുക്കാം. ഇതിന്റെ ഒരു സേവകനായി, വളണ്ടിയറായി നമുക്ക് മാറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ബായിയാജി അദ്ദേഹം ആശുപത്രിയിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ ചെറിയ മക്കളായി പ്രയാസപ്പെടുന്നവർ ആശുപത്രിയിലുണ്ട്.
വീടുകളിൽ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സഹോദരിമാരൊക്കെ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും ഉമ്മത്തിനെയും നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവെ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലിയിലും കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രകളിലും കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നിഅമത്തും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.